എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നെക്സ്റ്റ് പോർഷനാണ് ഡിസ്കസ് ചെയ്യുന്നത് എറേഴ്സ്. എന്താണ് എറേഴ്സ്, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എറേഴ്സ്, അതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ എറേഴ്സ് എപ്പോഴും ഉണ്ടാകുന്നത് മെഷർമെൻറ്റ്സിലാണ്. നമുക്കറിയാം, ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മെഷർ ചെയ്യുമ്പോഴാണ് എറേഴ്സ് പ്രധാനമായിട്ടും ഉണ്ടാവുക. അപ്പോൾ എറേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്സിലുണ്ട്. നമുക്ക് നോക്കാം. സിസ്റ്റമാറ്റിക് എറേഴ്സ് ഉണ്ട്, റാൻഡം എറേഴ്സ് ഉണ്ട്, ലീസ്റ്റ് കൗണ്ട് എറേഴ്സ്. ദീസ് ആർ ദി 3 മേജർ ടൈപ്സ് ഓഫ് എറേഴ്സ്. ഏതെല്ലാമാണ്? സിസ്റ്റമാറ്റിക് എറേഴ്സ്, റാൻഡം എറേഴ്സ് ആൻഡ് ലീസ്റ്റ് കൗണ്ട് എറേഴ്സ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്കറിയാം, സിസ്റ്റമാറ്റിക് എറേഴ്സിനെ നമുക്ക് 3 തരംതിരിക്കാം. ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ്, ഇംപെർഫെക്റ്റ് ടെക്നിക്, ഡ്യൂ ടു ഇംപെർഫെക്റ്റ് ടെക്നിക് ആൻഡ് പേഴ്സണൽ എറേഴ്സ്. ശരിക്കും എറേഴ്സ് പറയുമ്പോൾ നമുക്കറിയാം, ഒരു മേശയുടെ നീളം ശരിക്കും 2.7 മീറ്റേഴ്സ് ആണെന്നിരിക്കട്ടെ. പക്ഷെ നമ്മളൊരു സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് അളന്നപ്പോൾ നമുക്ക് 2.5 മീറ്റേഴ്സേ കിട്ടിയുള്ളൂ. അപ്പോൾ ശരിക്കും ഇതിൽ വരുന്ന എറർ, ഒറിജിനൽ ലെങ്ത് ഇതായിരുന്നു, നമ്മൾ മെഷർ ചെയ്തത് ഇതായിരുന്നു. ദിസ് ഈസ് കോൾഡ് ട്രൂ വാല്യൂ. ട്രൂ വാല്യൂ, ദിസ് ഈസ് ദി മെഷേർഡ് വാല്യൂ. ഇതാണ് മെഷേർഡ് വാല്യൂ. അപ്പോൾ ശരിക്കും അവിടെ ഫോം ചെയ്ത എറർ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യണം. 2.7 മൈനസ് 2.5, 0.2 എന്ന് കിട്ടും. അപ്പോൾ എറർ പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് എപ്പോഴാണ്? ട്രൂ വാല്യൂവിൽ നിന്ന് മെഷേർഡ് വാല്യൂ മൈനസ് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടും. ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ. ഇങ്ങനെയാണ് എറർ നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ, എറർ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ. അപ്പോൾ എറർ ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ. അപ്പോൾ അതിൽ ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ് എന്താണെന്ന് പറയാം. അപ്പോൾ ഇത് 3 സിസ്റ്റമാറ്റിക് എറേഴ്സിൽ വരുന്നതാണ്. അപ്പോൾ അതിൽ തന്നെ ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. എപ്പോഴും ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ് വരുന്നത്, ഒരു ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ് അല്ലെങ്കിൽ ഇത് 3 പ്രധാനമായി ഇത് 3 വരുന്നത് നമുക്കറിയാവുന്ന ഫാക്ടേഴ്സിലൂടെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് നോൺ ഫാക്ടേഴ്സ്. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യങ്ങളിലൂടെ ആയിരിക്കും ഈ എറേഴ്സ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പെരിമെൻറ്റിൻ്റെ ഇടവേളകളിൽ ഇതിനെ കറക്റ്റ് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി കറക്റ്റഡ്. ഇനി ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാം. ഒരു സ്കെയിൽ നമ്മൾ പരിശോധിക്കുക. ഈ സ്കെയിൽ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ, സ്കെയിൽ ഉപയോഗിച്ച് ഇപ്പോൾ ഈ പേനയുടെ ലെങ്ത്ത് മെഷർ ചെയ്യുന്നു. ഇപ്പോൾ ഒരാൾ മെഷർ ചെയ്യുമ്പോൾ ശരിക്കും ഈ 0യുടെ അവിടെ നിന്ന് വേണം മെഷർ ചെയ്യാനായിട്ട്, എങ്കിൽ കറക്റ്റ് ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ ഇപ്പോൾ വേറൊരാൾ വന്ന് ഈ എൻഡിൽ നിന്ന് മെഷർ ചെയ്യുന്നു, അല്ലേ? എൻഡിൽ നിന്ന് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും അവിടെ ഒരു എറർ ഉണ്ടാവും. അതേ ലെങ്ത്ത് തന്നെ കിട്ടണമെന്നില്ല. അപ്പോൾ ഇത് പ്രധാനമായിട്ടും സിസ്റ്റമാറ്റിക് എറേഴ്സിൽ വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സായിട്ട് നമുക്ക് പ്രധാനമായിട്ടും മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ് മുഖാന്തരം ഉണ്ടാകുന്ന എറേഴ്സ്. അത് പ്രധാനമായിട്ടും ഇതിൻ്റെ എൻഡ്, ചില സമയത്ത് ഇതിൻ്റെ എൻഡ് ഇങ്ങനെ തേഞ്ഞ് തീരുമ്പോൾ ഈ അറ്റത്തെ റീഡിങ് കാണാത്തൊരവസ്ഥയുണ്ടാകും. ഇപ്പോൾ 0 കാണാത്തൊരവസ്ഥയുണ്ടാകും. അല്ലെങ്കിൽ ഇവിടുത്തെ ഫസ്റ്റ് റീഡിങ് 0.1, ഈ 0.1, ഈ ഒരു ലൈൻ കാണാത്തൊരവസ്ഥയുണ്ടാകും. ചില സ്കെയിലുകൾ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, അതിൻ്റെ എൻഡ് ഇങ്ങനെ തേഞ്ഞ് തീർന്നിരിക്കും.
അപ്പോൾ അതെല്ലാം ഇൻസ്ട്രുമെൻറ്റിൻ്റെ കാലപ്പഴക്കം മൂലമുണ്ടാകുന്നതാണ്. അല്ലെങ്കിൽ തുരുമ്പിച്ച ചില ഉപകരണങ്ങളുണ്ടാകും. ആ തുരുമ്പിച്ച ഉപകരണങ്ങൾ വെച്ചും മെഷർ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള റീഡിങ്സ് കിട്ടും. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി കറക്റ്റഡ്. അതിന് നല്ല ഡിവൈസുകൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കുക, ഒരു റീഡിങ് എടുത്തതിന് ശേഷം മനസ്സിലാക്കുക അവിടെ തെറ്റ് പറ്റി എന്നുള്ളത്. അപ്പോൾ അതാണ് ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സിൽ വരുന്നത്. ദീസ് എറേഴ്സ് ആർ കോസ്ഡ് ഡ്യൂ ടു ദി ഏജിങ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്സ്. ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ കാലപ്പഴക്കം മൂലം ഉണ്ടാകുന്നതാണ് ഇത്തരത്തിലുള്ള എറേഴ്സ്. അതൊരു സിസ്റ്റമാറ്റിക് എററായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഇനി മറ്റൊന്നാണ് ഇംപെർഫെക്റ്റ് ടെക്നിക്ക്. അതും സിസ്റ്റമാറ്റിക് എറേഴ്സിൽ വരുന്നതാണ്. എന്താണ് ഇംപെർഫെക്റ്റ് ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്യുന്ന +2 ചെയ്യുന്ന ഒരു പ്രാക്ടിക്കലാണ് സിമ്പിൾ പെൻഡുലം. ഇപ്പോൾ സിമ്പിൾ പെൻഡുലത്തിൽ ഒരു വയറുണ്ടാകും, ചരടുണ്ടാകും, ഒരു ബോബ് ഉണ്ടാകും. അപ്പോൾ ശരിക്കും ഇത് കറക്റ്റായിട്ടുള്ള പീരീഡ് ഓഫ് ഓസിലേഷൻ അല്ലെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നു. ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മെഷർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓസിലേഷൻസിനൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇതിന് സ്മാൾ ഓസിലേഷൻസ് മാത്രമേ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് എപ്പോഴും ചെറുതായിരിക്കണം. അതുകൊണ്ട് നമ്മൾ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സൈൻ തീറ്റ എന്നിടത്താണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ സ്മാൾ ഓസിലേഷൻസിൽ മാത്രമാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഗ്രാവിറ്റി കിട്ടുന്നത്. അപ്പോൾ ടെക്നിക്ക് അറിയാത്ത ഒരാളാണെങ്കിൽ ഇത് നല്ല രീതിയിലുള്ള ലാർജ് ഓസിലേഷൻസ് വരികയും ആ ടെക്നിക്ക് കറക്റ്റ് അല്ലാത്തത് കാരണം വാല്യൂസിന് വ്യത്യാസം വരികയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ ഒരു അപ്രോക്സിമേഷൻ എടുക്കാതെ ഇരിക്കും. അപ്പോൾ അതാണ് ഇംപെർഫെക്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് റീഡിങ് കറക്റ്റ് ആയിരിക്കും. ഉദാഹരണത്തിന് ഒരു തെർമോമീറ്റർ, പനിക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന തെർമോമീറ്റർ ഉണ്ടല്ലോ. അപ്പോൾ ഈ തെർമോമീറ്റർ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി അത് സിസ്റ്റർമാരെല്ലാം നമ്മുടെ തെർമോമീറ്റർ നാക്കിനടിയിൽ കൊണ്ടുവയ്ക്കാറുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെ കഷത്തിൻ്റെ അകത്ത് വയ്ക്കും. അത് ഇംപെർഫെക്റ്റ് ടെക്നിക്കാണ്. ശരിക്കും നാക്കിനടിയിലാണെങ്കിലാണ് കറക്റ്റായിട്ടുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതും ഇംപെർഫെക്റ്റ് ടെക്നിക്കാണ്. അവിടെയും എറേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് പഠിക്കാനുള്ള ഒരു ഇത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കറക്റ്റ് ടെക്നിക്ക് അല്ല എങ്കിൽ ഇപ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് നമുക്ക് ചെയ്യണം. അപ്പോൾ ചെയ്യുമ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, മൂന്നാമത്തെ സ്റ്റെപ്പ്, അങ്ങനെ 3 സ്റ്റെപ്പ് ഉണ്ടെന്ന് വെച്ചോ. ഒരാൾ ആദ്യമേ കയറി രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യുന്നു, എന്നിട്ട് ഒന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യുന്നു. അപ്പോഴും അവിടെ ഇംപെർഫെക്ഷനാണ് വരുന്നത്. അല്ലെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്തിട്ട് ഒന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യുന്നു, അവിടെയും ഇംപെർഫെക്ഷനാണ് വരുന്നത്. സോ അതാണ് ഇംപെർഫെക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എറേഴ്സ് ഡ്യൂ ടു ഇംപെർഫെക്റ്റ് ടെക്നിക്ക്. ഇനി സിസ്റ്റമാറ്റിക് എറേഴ്സിൽ വരുന്ന മറ്റൊന്നാണ് പേഴ്സണൽ എറേഴ്സ്. പേഴ്സണൽ എറേഴ്സ് പ്രധാനമായിട്ടും നമ്മുടെ പേഴ്സണൽ ബയാസ്. ഇപ്പോൾ ഇൻകറക്റ്റ് പൊസിഷൻ ഓഫ് ഐ അല്ലേ, ഇൻകറക്റ്റ് പൊസിഷൻ ഓഫ് ഐ, ഇൻകറക്റ്റ് പൊസിഷൻ ഓഫ് ഐ, കണ്ണിൻ്റെ ഇൻകറക്റ്റ് പൊസിഷൻ കാരണം ഉണ്ടാകുന്നതും ഈ പേഴ്സണൽ എറേഴ്സാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് നമ്മുടെ അടുത്ത് ചെയ്യാൻ പറയുമ്പോൾ ആ എക്സ്പെരിമെൻറ്റിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ ബ്ലൂ പെന്നിൻ്റെ ടിപ്പും ഇതിൻ്റെ ടിപ്പും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുക, ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയും കോയിൻസൈഡ് ചെയ്തു എന്ന് പറയുന്നു. ശരിക്കും കോയിൻസൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ കണ്ണ് കറക്റ്റ് പൊസിഷനിൽ വെച്ച് ഇതിൻ്റെ കറക്റ്റ് മുകളിൽ വെച്ച് നോക്കുമ്പോഴേ ഇത് കോയിൻസൈഡ് ചെയ്യുന്നു കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ചിലർ ഇങ്ങനെ ഇതിൻ്റെ അറ്റത്തോട്ട് വെച്ചിട്ട് കോയിൻസൈഡ് ചെയ്തു എന്ന് പറയാം. അല്ലെങ്കിൽ 2 ലൈൻസ് കോയിൻസൈഡ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. 2 ലൈനുകൾ കോയിൻസൈഡ് ചെയ്യുമ്പോൾ ശരിക്കും നേരെ ഇപ്പോൾ ഇത് 2 കറക്റ്റ് കോയിൻസൈഡിങ് അല്ല, ചെറിയ വ്യത്യാസമുണ്ട് ഇതിനിടയിൽ. അപ്പോൾ കറക്റ്റ് കണ്ണുകൊണ്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് കോയിൻസൈഡിങ് ആയിട്ട് അറിയാൻ പറ്റും ഇത് കോയിൻസൈഡിങ് ആണോ അല്ലയോ എന്ന്. അപ്പോൾ അത് നമ്മുടെ കണ്ണിൻ്റെ പൊസിഷൻ കറക്റ്റ് ആവാത്തതുകൊണ്ടാണ്. അതിനെ വിളിക്കുന്ന പേരാണ് പാരലാക്സ് എറർ എന്നും വിളിക്കും. അതിനാണ് പാരലാക്സ് എറർ. അപ്പോൾ പാരലാക്സ് എറർ എന്തിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് എറേഴ്സിലാണ്, അല്ലെങ്കിൽ അത് പേഴ്സണൽ എറേഴ്സിൽ വരുന്നതാണ് പാരലാക്സ് എറേഴ്സ്. അപ്പോൾ ഇൻകറക്റ്റ് പൊസിഷൻ ഓഫ് ഐ കാരണമാണ് പാരലാക്സ് എറർ ഉണ്ടാകുന്നത്. 2 ലൈൻസ് കറക്റ്റ് ലൈനിലാണെന്ന് പറഞ്ഞാൽ ഒരേ ലെവലിലല്ല
എന്ന് തോന്നും നമുക്ക്. പക്ഷേ അത് ഒരേ ലെവലിലായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അത് ഒരേ ലെവലിലാവാത്തതിനെ നമ്മൾ ഒരേ ലെവലാണെന്ന് പറയുന്നു. അങ്ങനെയെല്ലാം വരുന്നതാണ് പാരലാക്സർ. അത് കറക്റ്റ് കണ്ണ് സ്ട്രൈറ്റ് ആയിട്ട് വെക്കുമ്പോഴത്തേക്ക് നമുക്കങ്ങനെ അറിയാൻ പറ്റത്തുള്ളൂ. അതാണ് പേഴ്സണൽ എറേഴ്സ്. ഓക്കെ, അപ്പോൾ സിസ്റ്റമാറ്റിക് എറേഴ്സ് 3 കാറ്റഗറിയാണ്: ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ്, ഇംപെർഫെക്റ്റ് എറേഴ്സ്, ഇംപെർഫെക്റ്റ് ടെക്നിക്സ്, ഡ്യൂ ടു ഇംപെർഫെക്റ്റ് ടെക്നിക്, പേഴ്സണൽ എറേഴ്സ്. ആക്ച്വലി സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം എററാണെന്ന് പറഞ്ഞാൽ ആ സിസ്റ്റം മൊത്തത്തിൽ നമ്മൾ ഉൾപ്പെടെ ഉള്ളത്. നമ്മളെന്ന് പറയുമ്പോൾ പേഴ്സണൽ എറേഴ്സ്, നമ്മൾ ആ ഇൻസ്ട്രുമെൻ്റ് ഇതെല്ലാം കൂടെ ചേർന്നുകൊണ്ടുള്ളതാണ് സിസ്റ്റമാറ്റിക് എറേഴ്സ്. നമ്മുടെ ആ എക്സ്പെരിമെൻറ്റിൻ്റെ സിസ്റ്റം മൊത്തത്തിൽ ആണ് സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും പിടികിട്ടിയല്ലോ. ഇനി മറ്റൊന്നാണ് റാൻഡം എറേഴ്സ്. റാൻഡം എററുകളെന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന എററുകളാണ് കേട്ടോ. അതിന് എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ റീഡിങ് ഇങ്ങനെ കിട്ടി നമുക്ക് 3.9, 3.7, 3.7 വീണ്ടും കിട്ടി, 3.8, 3.2, ഇങ്ങനെയെല്ലാം ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് റീഡിങ്ങിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമ്മൾ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് വേറെ എന്ത് കാരണമാണ് വന്നതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് അൺനോൺ എറേഴ്സ് എന്ന് വിളിക്കുന്നത്. അൺനോൺ ഫാക്ടറുകൾ കാരണമാണ് ഇതുണ്ടാകുന്നത്. അത് നമുക്കറിയില്ല എന്താണ് അതിൻ്റെ ഫാക്ടർ, എന്തുകൊണ്ടാണെന്ന്. അപ്പോൾ ഇത് നമ്മളങ്ങ് രേഖപ്പെടുത്തുന്നു, നമ്മൾ ബുക്കിൽ ഇതങ്ങ് രേഖപ്പെടുത്തി പോവുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാം. എങ്ങനെ കറക്റ്റ് ചെയ്യാം? അപ്പോഴപ്പോഴും ഇൻസ്ട്രുമെൻ്റ് മാറ്റുക, അല്ലെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഞാൻ പറഞ്ഞു ഈ തീറ്റ പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ അത് വെച്ചുകൊണ്ട് ചെറിയ ഓസിലേഷനിലേക്ക് വരിക, കണ്ണ് കറക്റ്റായിട്ട് വയ്ക്കുക. അങ്ങനെ വെച്ചുകൊണ്ട് ഈ സിസ്റ്റമാറ്റിക് എറേഴ്സ് ക്യാൻ ബി കറക്റ്റഡ് അറ്റ് ഈച്ച് ആൻഡ് എവറി ടൈം ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ദി എക്സ്പെരിമെൻറ്റ്. പക്ഷേ റാൻഡം എറേഴ്സ് അങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് അൺനോൺ ഫാക്ടേഴ്സ് കാരണമാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരും. 3.9 അടുത്ത ചിലപ്പോൾ 3.9 കിട്ടണമെന്നില്ല. നമ്മൾ എക്സ്പെരിമെൻറ്റ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അതാവണമെന്നില്ല. ഇപ്പോൾ നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ എക്സ്പെരിമെൻ്റൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത്, സിമ്പിൾ പെല്ലാം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് 9.8 കിട്ടും, ചിലപ്പോൾ 10.1 ആയിരിക്കും കയറി വരുന്നത്, ചിലപ്പോൾ 9.7 വരും. അപ്പോൾ ഇതെല്ലാം നമുക്ക് അപ്പോഴപ്പോഴും കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇനി ഇതിനെ കറക്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടത് ഇതിൻ്റെ ആവറേജ് എടുക്കുക. ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ട്രൂ വാല്യൂവിലേക്ക് വരും. ഈ എല്ലാത്തിൻ്റെയും കൂടെ ആവറേജ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ക്യാൻ ബി കറക്റ്റഡ് ബൈ ടേക്കിംഗ് ആവറേജ്. ഇതിൻ്റെ ആവറേജ് എടുത്താൽ ഏതാണ്ട് ഒരു ട്രൂ വാല്യൂ നമുക്ക് കിട്ടും. ആവറേജ് എടുക്കുക മാത്രമേ മാർഗമുള്ളൂ റാൻഡം എറേഴ്സ് കറക്റ്റ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നു എന്ന് വിചാരിക്കട്ടെ, റാൻഡം എറേഴ്സ് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എങ്ങനെ പറ്റും? യെസ്, ക്യാൻ ബി കറക്റ്റഡ് ബൈ ടേക്കിംഗ് ആവറേജ്. ഇനി സിസ്റ്റമാറ്റിക് എറേഴ്സ് ആണെങ്കിലോ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? യെസ്, സിസ്റ്റമാറ്റിക് എറേഴ്സ് ഓരോ സമയത്തും കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഏത് എററാണ് ആവറേജ് എടുത്തുകൊണ്ട് കറക്റ്റ് ചെയ്യുന്നത്? ഏത് എററാണ്? റാൻഡം എറേഴ്സാണ്. ഓക്കെ, അപ്പോൾ അതാണ് റാൻഡം എറേഴ്സ്. അത് അൺനോൺ ആയിട്ടുള്ള കാരണങ്ങളാണ് റാൻഡം എറേഴ്സ് വരാനുള്ളത്. ഓക്കെ, സിസ്റ്റമാറ്റിക് എറേഴ്സ് ആണെങ്കിൽ നോൺ ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. ഇനി മറ്റൊരു എററാണ് ലീസ്റ്റ് കൗണ്ട് എറേഴ്സ്. ലീസ്റ്റ് കൗണ്ട് എറർ പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് നമ്മൾ ആ ഒരു ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞ സംഭവം, പരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ സംഭവത്തിൽ ഒരു എറർ ഉണ്ടാകും. അതെങ്ങനെയാണെന്നൊന്ന് പറയാം. ഒരാളോട് സമയം ചോദിക്കുമ്പോൾ ഇപ്പോൾ ശരിക്കും ഒരാൾ പറഞ്ഞത് 9:36 എന്ന് പറഞ്ഞു. വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ 9:37, പിന്നെ പറഞ്ഞു 9:38 അല്ലെങ്കിൽ 9:39, ഇങ്ങനെയെല്ലാം പറഞ്ഞു. അപ്പോൾ ഇതിൽ ശരിക്കും 9:36 എന്ന് പറഞ്ഞെങ്കിൽ പോലും അത് 9:36നും 9:37നും ഇടയിലാകാം. എക്സാക്റ്റ് 9:36 പറയാൻ പറ്റില്ല അല്ലേ? 9:36നും 9:37നും ഇടയിൽ ഒരു പക്ഷേ ആയിരിക്കാം. എക്സാക്റ്റും ആകാം,
പക്ഷേ എങ്കിലും മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് പറയാൻ പറ്റുന്നത് 9:36 9:37 ഇടയിലാവാം. അതേപോലെ ഇവിടെയും അതേപോലെ 9:37 തന്നെ പറയണമെന്നില്ല. അപ്പോൾ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ് ജസ്റ്റ് മാറിയിരിക്കുക, 9:37 കഴിഞ്ഞിരിക്കുക. ഓക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്ലോക്കിന് സെക്കൻഡ് സൂചി ഇല്ല, അതാണ് കാരണം. അപ്പോൾ സെക്കൻഡ് സൂചി ഇല്ലാത്തതുകൊണ്ട് മിനിറ്റിൽ മാത്രമാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് 9:36 9:37 9:38 9:39 ഇങ്ങനെ പറയാൻ പറ്റൂ. അപ്പോൾ ഇതിൽ വരാവുന്ന മാക്സിമം എറർ എന്ന് പറയുന്നത് 1 മിനിറ്റിൻ്റെ എററാണ്. 9:36 നിന്ന് 9:37 ഇടയിൽ ഇവിടെയും ഉണ്ടായിരിക്കാം. അപ്പോൾ അതൊരു പക്ഷേ 9:36 കഴിഞ്ഞ് 1 സെക്കൻഡ് 2 സെക്കൻഡ് അങ്ങനെ 60 സെക്കൻഡിനിടയിൽ ഇവിടെയും ഉണ്ടാകാം. അപ്പോൾ ശരിക്കും ആ 1 മിനിറ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള എറർ എന്ന് പറയുന്നത്. ഓക്കെ. അതേപോലെ നമുക്ക് ഇനിയും എക്സാമ്പിൾസ് പറയാൻ പറ്റും. ഇപ്പോൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നു. ടെമ്പറേച്ചർ മെഷർ ചെയ്യുമ്പോൾ ഇപ്പോൾ റൂം ടെമ്പറേച്ചർ ആ സമയത്ത് നോക്കിയ റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37.3 ആണ് റൂം ടെമ്പറേച്ചർ. അപ്പോൾ ശരിക്കും ഒരു തെർമോമീറ്റർ കൊണ്ട് മെഷർ ചെയ്ത സമയത്ത് തെർമോമീറ്ററിൽ ഒരുപാട് റീഡിങ്സ് ഉണ്ട് നമുക്കറിയാം. തെർമോമീറ്റർ എടുത്ത് വെച്ച് നോക്കിയപ്പോൾ തെർമോമീറ്ററിൽ നമുക്ക് 32 33 34 35 36 ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനിടയിലുള്ള റീഡിങ്സ് ഇല്ല, അടയാളപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ 37.3 ആണ് എക്സാക്റ്റ് റൂം ടെമ്പറേച്ചർ. നമ്മൾ ആ റൂമിലേക്ക് ഈ തെർമോമീറ്റർ കൊണ്ട് ചെന്നപ്പോൾ ശരിക്കും നമുക്ക് കാണാൻ കഴിഞ്ഞത് നമുക്കൊരു 36 അല്ലെങ്കിൽ 37 പറയും. കാരണം നമുക്ക് 37.3 പറയാൻ പറ്റില്ല, കാരണം ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഇടയിൽ ആ ഒരു ചെറിയ ലൈൻസ് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ എക്സാക്റ്റ് പറയാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇവിടെയും മാക്സിമം പോസിബിളായിട്ട് വരാൻ പറ്റുന്ന എറർ 36 37 38 അങ്ങനെ വരുന്നു. അപ്പോൾ നമുക്ക് 37 ഒരാൾ പറയുന്നു, അല്ലെങ്കിൽ 36 പറയുന്നു. ഒരിക്കലും 37.3 പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ 38 പറയുന്നു. അപ്പോൾ അവിടെയും 1 ഡിഗ്രിയുടെ വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നത്, 1 ഡിഗ്രിയുടെ വ്യത്യാസം. അതായത് മാക്സിമം പോസിബിൾ എറർ എന്ന് പറയുന്നത് 1 ഡിഗ്രിയാണ്. ശരിക്കും ഇത് തന്നെയാണ് ഈ ഇൻസ്ട്രുമെൻറ്റിൽ ഏറ്റവും ചെറിയ റീഡിങ്, അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ റീഡിങ്, ശരിയല്ലേ? ഏറ്റവും ചെറിയ റീഡിങ് എന്താണ്? 1 ഡിഗ്രി മാത്രമാണ് ഇതിൽ മെഷർ ചെയ്യാൻ പറ്റുന്നത്. മറ്റൊരു എക്സാമ്പിൾ, ഒരു സ്കെയിൽ ഞാൻ എടുക്കുന്നു, അല്ലേ? ഒരു സ്കെയിൽ എടുക്കുന്നു. ആ സ്കെയിലിൽ 0, ഇവിടെ 1 ഉണ്ട്, ഇത് 2 ആണ്, ദിസ് ഈസ് 3, ദിസ് ഈസ് 4. ഓക്കെ. അപ്പോൾ ഇതിനിടയിൽ 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ഇതിൽ 2 സ്കെയിലാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പോൾ ആദ്യത്തെ സ്കെയിലിൽ ഞാൻ പറഞ്ഞു ഇതിനിടയിൽ 0 കഴിഞ്ഞ് വരകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ വരയും നമുക്കറിയാം 0.1 0.2 0.3 0.4 0.5 0.6 അങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഇതിൽ വരകൾ അടയാളപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ മെഷർമെൻറ്റ് അല്ലെങ്കിൽ ചെറിയ വിലയെന്ന് പറയുന്നത് 0.1 ആണ്, അല്ലേ? 0.1 സെൻറ്റിമീറ്റർ. അതിൽ താഴെ എനിക്ക് അളക്കാൻ പറ്റില്ല, കാരണം റീഡിങ് അങ്ങനെ ഇല്ല. ഈ 0 കഴിഞ്ഞ് 1 വര 2 വര അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. 1 കഴിഞ്ഞാലും അല്ലെ 1.1 1.2 1.3 അങ്ങനെ ഉണ്ട്. അപ്പോൾ 0.1 ആണ് ഏറ്റവും ചെറുത് എനിക്ക് അളക്കാൻ പറ്റുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ വരകൾ അടയാളപ്പെടുത്തിയിട്ടില്ല എന്ന് സങ്കല്പിക്കുക. ഈ സ്കെയിലിൻ്റെ ഇടയിൽ വരകളൊന്നുമില്ല. 1നും 2നും ഇടയിൽ വരകളില്ല, 3നും ഇടയിലില്ല, ഒന്നുമില്ല. അപ്പോൾ ഇതുപയോഗിച്ചുകൊണ്ട് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നീളം ഏതായിരിക്കും? ഇത്രയേ ഉള്ളൂ, 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്റർ. കാരണം വേറെ ഒന്നും നോട്ട് ചെയ്തിട്ടില്ല ഇതിൽ. അപ്പോൾ ഇവിടെ 1 സെൻറ്റിമീറ്ററാണ്, ഇത് 0.1 സെൻറ്റിമീറ്ററാണ് ഏറ്റവും കുറഞ്ഞ നീളം അളക്കാൻ പറ്റുന്നത്. ശരിക്കും അതിനെയാണ് ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് വിളിക്കുന്നത്. ലീസ്റ്റ് കൗണ്ട് ഈസ് ദി സ്മാളസ്റ്റ് measurement. It is the smallest measurement, or it is the smallest reading that can be taken from a device. Least count is the smallest reading
that can be taken from a device. ശരിക്കും ഈ ഒരു സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് അളക്കുമ്പോൾ ഒരാൾ ഇപ്പോൾ പേനയുടെ നീളം അളന്നു കഴിഞ്ഞാൽ ഈ പേനയ്ക്ക് ഉള്ള എക്സാക്റ്റ് നീളം ഇപ്പോൾ 4 സെൻറ്റിമീറ്റർ ആണെന്നിരിക്കട്ടെ. ഓക്കെ, സപ്പോസ് 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ പോലും ഇപ്പോൾ ഒരാൾ 4 പറഞ്ഞു, അത് ചിലപ്പോൾ 4 പോയിൻറ്റ് സംതിങ് ആകാം, കുറച്ചും കൂടെ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ 4-നുള്ളിൽ വരാം. കാരണം ഇതിൽ അടയാളപ്പെടുത്തിയതേ അയാൾക്ക് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ ചിലപ്പോൾ 5-നകത്തായിരിക്കും ഇയാൾ പറയുന്നത്. അത് എത്ര വരെ ഇതിന് മാക്സിമം അപ്പോൾ എറർ പറയും? 1 സെൻറ്റിമീറ്റർ വരെ എറർ പറയും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ എറർ 1 സെൻറ്റിമീറ്റർ തന്നെയാണ്. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ 1 മിനിറ്റ് മാക്സിമം ഇവിടെ എറർ വരാം. അപ്പോൾ ഇതിൻ്റെ എററാണ്, അല്ലെങ്കിൽ ഇത് തന്നെയാണ് ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഉപകരണത്തിൻ്റെ ലീസ്റ്റ് കൗണ്ടിന് തുല്യമായിട്ടുള്ളത് തന്നെയായിരിക്കും എറർ എന്ന് വിളിക്കുന്നത്. മാക്സിമം പോസിബിൾ എറർ എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കൗണ്ടിന് തുല്യമായിരിക്കും. ഈ ഒരു വാച്ചിൻ്റെ ലീസ്റ്റ് കൗണ്ട് 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാക്സിമം പോസിബിൾ എറർ 1 മിനിറ്റ് വരെ വരാം. ഈ ഒരു തെർമോമീറ്ററിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 1 ഡിഗ്രി ആണെങ്കിൽ മാക്സിമം പോസിബിൾ എറർ 1 ഡിഗ്രി വരെ വരാം. അതേപോലെ തന്നെ ഈ സ്കെയിലിന് എക്സാക്റ്റായിട്ട് നമുക്ക് അളക്കാൻ പറ്റുന്നത് ശരിക്കും 0.1, 0.2, 0.3 അതെല്ലാം പറ്റും. അങ്ങനെ 1, 2, 3 ഇതെല്ലാം പറ്റും. പക്ഷേ ഏറ്റവും ചെറിയ റീഡിംഗ് എന്ന് പറഞ്ഞാൽ 0.1 സെൻറ്റിമീറ്റർ ആണ്, അല്ലേ? 0.1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 മില്ലിമീറ്റർ, അല്ലെങ്കിൽ എത്രയാണ്? 1 മില്ലിമീറ്റർ. 1 മില്ലിമീറ്ററിന് താഴെ മെഷർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയും മാക്സിമം എറർ ഇതിനുണ്ടാകും. കാരണം ഇതാണ്, കാരണം ഇത് 0 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, 10 വരകൾ, 10ാമത്തെ വര ആകുമ്പോഴത്തേക്ക് 1 അങ്ങനെ സ്കെയിൽ കൂടി പോകുന്നു. അപ്പോൾ ഒരാൾ മെഷർ ചെയ്യുമ്പോൾ ശരിക്കും അതിൻ്റെ യഥാർത്ഥ നീളം 1, 2, 3, 4, 5 0.5 ആണെന്നിരിക്കട്ടെ. 0.5 ആയിരുന്നു അതിൻ്റെ യഥാർത്ഥ നീളം. പക്ഷേ അദ്ദേഹം മെഷർ ചെയ്യുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ പറയാം 0.4 എന്ന് പറയാം, ചിലപ്പോൾ 0.6 എന്ന് പറയാം, അല്ലേ? ഇപ്പോൾ ഈ ഒരു സ്കെയിലിൻ്റെ കുറച്ച് ഭാഗം ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 0 കഴിഞ്ഞ് ഇത്രയും 0ക്കും 1നും ഇടയിൽ ഇത്രയും വരകളുണ്ട്. ഇത് 0.5, ഇതാണ് 0.5. ഇപ്പോൾ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ നീളം അളക്കാനായിട്ട് ഈ സ്കെയിൽ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ശരിക്കുമുള്ള നീളം എന്ന് പറയുന്നത് 0.5നും 0.6നും ഇടയിലാണെന്ന് സങ്കല്പിക്കുക. 0.6 ഇതിനിടയിലാണ് അതിൻ്റെ നീളം വരേണ്ടത്. അപ്പോൾ ഈ ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് അത് എക്സാക്റ്റായിട്ട് അളക്കാൻ പറ്റില്ല. നമുക്ക് ഒന്നുകിൽ പറയേണ്ടി വരും 0.5, അല്ലേ? അല്ലെങ്കിൽ പറയേണ്ടി വരും 0.6. ചിലപ്പോൾ അതിൻ്റെ നീളം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 0.5നും 0.6നും ഇടയിലുള്ള ഏതെങ്കിലും സ്ഥലത്തായിരിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു 0.5 എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു 0.6. ചില ആൾ 0.6, ചില ആൾ 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5നും 0.6നും ഇടയിലുള്ള ആ ഒരു ലെങ്ത്ത് മാത്രമേ പറയുള്ളൂ. അതിൽ കൂടുതൽ ആരും പറയില്ല, കാരണം ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, അങ്ങനെ പറയാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം 0.5നും 0.6നും ഇടയിലുള്ള നീളമേ പറയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയിലുള്ള ഡിഫറൻസ് 0.1 ആണ്. എന്ന് പറഞ്ഞാൽ മാക്സിമം എറർ വരുന്നത് 0.1 ആണ്, അല്ലേ? എന്ന് പറഞ്ഞാൽ 0.1 എന്ന് പറഞ്ഞാൽ അത്രയും സെൻറ്റിമീറ്റർ മാത്രമാണ് മാക്സിമം എറർ ഇതിൽ വരുത്തുന്നത്, അല്ലെങ്കിൽ 1 മില്ലിമീറ്റർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ട് 1 മില്ലിമീറ്റർ ആണ്, അല്ലെങ്കിൽ 0.1 സെൻറ്റിമീറ്റർ ആണ്. എന്ന് പറഞ്ഞാൽ മാക്സിമം പോസിബിൾ എററും എത്ര തന്നെയാണ്? ആ എററും എത്ര തന്നെയാണ്? 0.1 സെൻറ്റിമീറ്റർ. ലീസ്റ്റ് കൗണ്ടും 0.1 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഇതിൽ നിന്ന് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലീസ്റ്റ് കൗണ്ട് തന്നെയാണ് അത് ഉപയോഗിച്ച് മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ മെഷർമെൻറ്റിൻ്റെ മാക്സിമം എററും എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്? ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലീസ്റ്റ് കൗണ്ട് തന്നെയായിരിക്കും അതുപയോഗിച്ചുകൊണ്ട് മെഷർ ചെയ്യുന്ന മെഷർമെൻറ്റിൽ വരാവുന്ന മാക്സിമം എറർ. അത് വളരെ പ്രധാനമായിട്ട് ആലോചിച്ചിരിക്കേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഒരു മെഷർമെൻറ്റൊന്നും തരാതിരുന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ 23.6 എന്ന് പറഞ്ഞൊരു മെഷർമെൻറ്റിൽ വരാവുന്ന മാക്സിമം എറർ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് എത്രയാണ്? ഇതിൻ്റെ
ഈ ഒരു മെഷർമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ മെഷർമെൻറ്റ് ചെയ്തിരിക്കുന്നത് 0.1 സെൻറ്റിമീറ്റർ എന്ന ലീസ്റ്റ് കൗണ്ടുള്ള ഉപകരണമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലീസ്റ്റ് കൗണ്ട് 0.1 സെൻറ്റിമീറ്ററുള്ള ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് ഒരു മെഷർമെൻറ്റ് ചെയ്തു എങ്കിൽ വാട്ട് ഈസ് ദി മാക്സിമം എറർ ഇൻ ദിസ് മെഷർമെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പറയും? എറർ നമുക്കറിയാം, ലീസ്റ്റ് കൗണ്ട് തന്നെയാണ് എറർ. സോ എറർ ഈസ് ഈക്വൽ ടു 0.1 സെൻറ്റിമീറ്റർ എന്ന് തന്നെ പറയാം. ഓക്കെ, ഇനി ഒരു കാര്യം, ലീസ്റ്റ് കൗണ്ട് കുറയും തോറും എറേഴ്സ് കുറയ്ക്കാൻ പറ്റും. അതുതന്നെയാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് എറർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ലീസ്റ്റ് കൗണ്ട് എറർ എന്നുദ്ദേശിക്കുന്ന ഇതാണ്, ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലീസ്റ്റ് കൗണ്ട് മൂലമുണ്ടാകുന്ന എററാണ്. അപ്പോൾ ഇത് റെഡ്യൂസ് ചെയ്യാനായിട്ട് യു ഹാവ് ടു റെഡ്യൂസ് ദി ലീസ്റ്റ് കൗണ്ട് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ വരകൾ ഇതിനിടയിൽ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പം ലീസ്റ്റ് കൗണ്ട് കുറയും, അതിനനുസരിച്ച് എററും കുറയും. ഇത് സ്കെയിലിൻ്റെ കാര്യമാണ് പറയുന്നത്. ഏതൊരു മെഷർമെൻറ്റിലും ഇങ്ങനെ ഇടയിൽ ഒരുപാട് വരകൾ ഇതിൻ്റെ ഇടയിൽ ഉണ്ടെങ്കിൽ ലീസ്റ്റ് കൗണ്ട് എറർ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി നമുക്ക് ഇപ്പം ഒരാൾ പറയുന്നു 5672 കിലോമീറ്റേഴ്സാണ് ഒരു സ്ഥലത്തേക്കുള്ള ദൂരം എങ്കിൽ എത്രമാത്രം എറർ ഈ ഒബ്സർവേഷനിൽ ഉണ്ടാകും എന്നൊരാൾ ചോദിക്കുന്നു. എത്രമാത്രം എറർ ഉണ്ടാകും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ഫസ്റ്റ് ഡിജിറ്റിൻ്റെ സിഗ്നിഫിക്കൻ്റ് അതിൻ്റെ പ്ലേസ് നോക്കുക. ഫസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റിൻ്റെ പ്ലേസ് നോക്കുക. അപ്പോൾ ഈ അറ്റം മുതലാണ് നമ്മൾ എടുക്കേണ്ടത്. സിഗ്നിഫിക്കൻ്റ് ഫിഗർ ഈ അറ്റം മുതൽ എടുക്കുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഡിജിറ്റിൻ്റെ പ്ലേസ് വാല്യൂ നോക്കുക. ഇത് വൺസ്, ഇത് ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്. സോ ഇത് വൺസ് ആയതുകൊണ്ട് തന്നെ ഈ 2 കിടക്കുന്നത് വൺസിലായതുകൊണ്ട് തന്നെ, വൺസിൻ്റെ പ്ലേസിലായതുകൊണ്ട് തന്നെ +or-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം വരാവുന്ന എറർ 5673 അല്ലെങ്കിൽ 5671 വരാം. ഒന്നുകിൽ +1 കൂടാം, അല്ലെങ്കിൽ -1 ആകാം. അപ്പോൾ ഇങ്ങനെ ഒരു ഒബ്സർവേഷൻ തരുമ്പോൾ നിങ്ങൾ വൺസിൻ്റെ പ്ലേസ് നോക്കും, സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ്. ഇനി വേറൊരു ഒബ്സർവേഷൻ തരുന്നു 5670 കിലോമീറ്റേഴ്സ്. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ദിസ് ഈസ് നോട്ട് സിഗ്നിഫിക്കൻ്റ്, 0. സോ യു ഹാവ് ടു ഗോ ഫോർ ദി ഫസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ്. സി ദിസ് വൺ 7. അപ്പോൾ 7ൻ്റെ പ്ലേസ് വാല്യൂ നോക്കുക. 7 ആണ് ഇവിടെ ആദ്യമായിട്ട് സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ് ആയിട്ടുള്ളത്. 7ൻ്റെ പ്ലേസ് വാല്യൂ ഇത് വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്. അപ്പോൾ ഇത് ടെൻസ് ആണ്. ടെൻസിൻ്റെ സ്ഥാനത്താണ് കിടക്കുന്നത്. സോ ഇതിന് വരാവുന്ന മാക്സിമം എറർ എന്ന് പറയുന്നത് +or-10. ഓക്കെ, +or-10. അതേപോലെ 5600 ഇങ്ങനെയാണെങ്കിലോ എങ്കിൽ ആദ്യത്തെ സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ് അല്ലേ, നേരത്തെ നോക്കിയതുപോലെ തന്നെ ഫസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ് 6 ആണ്. അതിൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ് ആണ്. അപ്പോൾ ഹൺഡ്രഡ്സ് ആകുമ്പോൾ +or-100. ഇതാണ് ഇതിൻ്റെ എറർ എന്ന് പറയുന്നത്. മാക്സിമം പോസിബിൾ എറർ ഇതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ് നോക്കിയിട്ട് വേണം, അതിൻ്റെ പ്ലേസ് വാല്യൂ നോക്കിയിട്ട് വേണം നമ്മൾ എറർ എഴുതാനായിട്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കുക. അടുത്ത ദിവസം കൂടുതൽ കാര്യങ്ങൾ പറയുന്നതാണ്. ഓക്കെ, സീ യു.